മോദി ജൻസിക്ക് മുമ്പിൽ ഭയപ്പെട്ടു എന്ന് മാത്രമല്ല, മോദി മാത്രമല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ മണ്ഡലമാകെ ഈ കുട്ടികൾക്ക് മുമ്പിൽ കീഴടങ്ങി തന്നെയാണ്. മോദി മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയം വല്ലാതെ തകർന്നു പോയിരിക്കുന്നു. ജനാധിപത്യം ഇല്ലാതായിരിക്കും. ജനാധിപത്യ സ്ഥാപനങ്ങളെ മുഴുവൻ തച്ച് തകർത്തിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സംവിധാനം വലിയ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ്. ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ കക്ഷിയുടെ ഏജന്റ് പോലെ പ്രവർത്തിക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റ് അങ്ങേയറ്റം അപകടകരമായ രൂപത്തിൽ പലതും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ തുറന്നു കാട്ടിയിരിക്കുന്നു. EVM മെഷീനെ കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്നു. SIR നിരവധി, അങ്ങനെ ജനാധിപത്യത്തിന്റെ അടിത്തറയായ തെരഞ്ഞെടുപ്പ് പോലും ചോദ്യം ചെയ്യുമ്പോഴും, അയോധ്യ പോലെ ഒരു സ്ഥലത്ത് വലിയ കൊള്ള നടക്കുമ്പോഴും, സുപ്രീം കോടതി പോലും ജനങ്ങളുടെ പക്ഷത്തല്ലാതാവുമ്പോഴും, നിരവധി ജനവിരുദ്ധ നയങ്ങൾ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോഴും പ്രതിപക്ഷം പാർലമെന്റിനകത്ത് ചില ശബ്ദം ഉണ്ടാക്കും. രാഹുൽ ഗാന്ധി കുറെ ആളുകളെ സംഘടിപ്പിക്കുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന്, ജനാധിപത്യത്തിൽ നിർണായകമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തൊരു സ്ഥാനത്തിരുത്തിയാൽ നിങ്ങൾ എന്നോട് കണക്ക് പറയാൻ ബാധ്യസ്ഥനാണ്, പ്രതിബദ്ധമാണ്. ആ കണക്ക് പറയിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെടുന്നു. കാരണം അവരുടെ രാഷ്ട്രീയ പരിമിതികൾ, ഒന്ന് അവരുടെ എണ്ണത്തിൽ കുറവുണ്ട്. എണ്ണത്തിൽ കുറവിനേക്കാൾ കൂടുതൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ള ഐക്യത്തിലുള്ള പ്രശ്നമുണ്ട്. അതിനേക്കാളൊക്കെ കൂടുതൽ അവർ തമ്മിലുള്ള താൻ പൊരിമ, ഞാനാണ് മീതെ ഞാനാണ് മീതെ എന്ന് പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളിൽ അവർ തമ്മിലുള്ള അടിപിടികളുണ്ട്. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ പോലും ഒരു മുഖമായി നിന്ന് ചോദ്യം ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല. രണ്ട്, മോഡി ഉപയോഗിക്കുന്ന അതേ പ്രത്യയശാസ്ത്രവും അതേ രീതികളും അല്ലെങ്കിൽ അതേ സമീപനത്തിലൂടെ, പഴയകാല സമീപനത്തിലൂടെ നിങ്ങൾക്ക് പുതിയ ജനാധിപത്യത്തെ സമീപിക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ ഒരു ഡെഡ് എൻഡിലാണ് നമ്മൾ നിന്നത്. ഒരു ഡെഡ് എൻഡ്, ഇനി അങ്ങോട്ട് പോകാൻ വഴിയില്ല. ആ ഘട്ടത്തിലാണ് ഈ കുട്ടികൾ സമരവുമായി വരുന്നത്. ജൻസി അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതികളിലാണ് അവർ സമരത്തെ കണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഞാൻ ഈ സമരത്തിൽ ഈ മുദ്രാവാക്യം ഉയർത്തിയാൽ എൻ്റെ നാട്ടിൽ വോട്ട് കൂടുമോ കുറയോ, ഏത് വിഷയമെടുത്താലും രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് വോട്ട് കൂടുമോ കുറയുമോ എന്ന് നോക്കിയാണ് തീരുമാനം എടുക്കുക. തങ്ങളുടെ നേതാവിന്റെ ഇമേജ് കൂടുമോ കുറയുമോ, തങ്ങളുടെ എതിർ പാർട്ടിക്കാരന് അത് ഗുണമാവുമോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളൊന്നും ജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർ നേരിട്ട് അനുഭവിച്ച, അവരുടെ തലമുറ പലതരത്തിൽ അനുഭവിച്ച, അത് പരീക്ഷാക്രമക്കേട് ഒരു പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യർ, കുട്ടികൾ അവരുടെ പ്രതീക്ഷയായി കാണുന്നതാണ് നീറ്റ്, അതുപോലെ നെറ്റ്, അതുപോലെ +2. ഇതൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിശ്വാസ്യതയുമില്ല. നമ്മള് 10,000 രൂപ ചെലവാക്കി വർഷങ്ങളെടുത്ത് പഠിച്ച് ഒരു പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ അതിന്റെ പേപ്പർ കുറെ ആളുകൾക്ക് കിട്ടി, അവരൊക്കെ റാങ്ക് മേടിച്ചു പോകും. പഠിച്ചു പോയവനൊന്നും കിട്ടില്ല, പോയ ആൾക്കൊന്നും കിട്ടില്ല. അപ്പൊ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ വലിയ ചോദ്യം വന്നു. ഇതിനി എങ്ങനെ മുമ്പോട്ട് പോകും? ഇതിനെ നേരിട്ടേ പറ്റൂ. തൊഴിലില്ലായ്മ ഒരു വശത്ത്, അവരിവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒരു വശത്ത്. അങ്ങനെ വരുമ്പോൾ ഇതിനെ നേരിടേണ്ടത് എങ്ങനെ എന്നവരാലോചിച്ചു. അതിപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം, കോക്രോച്ച് എന്ന് പറയുന്ന ഒരു പരാമർശം വീണ് കിട്ടിയത്. അത് അവർ സമർത്ഥമായി ഉപയോഗിച്ചു. രണ്ട്, ഇവരൊക്കെ തന്നെ മറ്റേത് ജനറേഷനേക്കാൾ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ പരമാവധി സോഷ്യൽ മീഡിയയിൽ ആകെയുള്ളതെന്ന് വെച്ചാൽ പരസ്പരം കുറ്റം പറയാനും സ്ത്രീകളെ അപമാനിക്കാനും ഒക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക പലരും. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പോലും കാഫിർ സ്ക്രീൻഷോട്ടും ഇങ്ങനെയൊക്കെയാണ്. അതല്ല അവർ ചെയ്തത്. അവർ കൃത്യമായി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഒന്നാമത്തെ ആവശ്യം ജനാധിപത്യത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സംഗതിയാണ്. നാം തെരഞ്ഞെടുത്ത മനുഷ്യർ, അധികാരം ഏൽപ്പിച്ചവർ, അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി നമ്മളോട് കണക്ക് പറയുന്നുണ്ടോ, ആ സ്ഥാപനത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്ന ചോദ്യം അവർ ചോദിച്ചു. ആ ചോദ്യത്തിന് ശക്തമായ പിന്തുണയാണ് അവരുടെ ജനറേഷനിൽ നിന്ന് കിട്ടിയത്. അതിൽ സോഷ്യൽ മീഡിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അവരുടെ ആ നിശ്ചയദാർഢ്യം, അവരുടെ സമരത്തിൽ പലരും വന്ന് ചേർന്നിട്ടുണ്ട്. അവർ ചേർന്നപ്പെടുന്നവർക്ക് ഒരു വിരോധമില്ല, നല്ല സന്തോഷം. അത് വാങ്ങിച്ചൊക്കെ ചേർന്നാലും, രാഹുൽ ഗാന്ധി ചേർന്നാലും, നമ്മൾ ആര് ചെന്നാലും അവർക്ക് സന്തോഷമാണ്.
ഒരു സമരത്തിനാണ് വരുന്നത്. പക്ഷേ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്, ലക്ഷ്യബോധം എന്ന് പറയുന്നത്, അതിനോട് ട്രൂത്ത്ഫുൾ ആവുക, സത്യസന്ധമാവുക എന്നത് ഇത് 3 ആ കുട്ടികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ ഭയപ്പെടേണ്ടി വരും. ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിയെ ഭയപ്പെട്ടതുപോലെ ഇവർക്ക് ഭയപ്പെടേണ്ടി വരും. മറ്റു പലരും ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തവരൊന്നും ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിട്ടില്ല. കാരണം അവരെ നേരിടാൻ വഴിയുണ്ട്. പക്ഷേ ഈ കുട്ടികളെ നേരിടുക അത്ര എളുപ്പമല്ല. ഈ കുട്ടികളെ നേരിടുക എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ ഇവർ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളുടെ രീതിയിലല്ല ഇവർ സമരത്തിന് പോയത്. ഇവരെ അടിച്ചു, അവരിങ്ങനെ കുറെ കൊണ്ടു, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു, അതും ഇതൊക്കെ ചെയ്തു പോയി. വാട്ടർ കനോൻ പ്രയോഗിക്കുമ്പോൾ DJ നൃത്തം ചെയ്യുന്ന കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അവർക്കെതിരെ നിങ്ങൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അടിക്കാൻ വരുന്ന പോലീസുകാരുടെ മുമ്പിൽ ജനഗണമന പാടുന്ന കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡി പരമാവധി പിടിച്ചില്ലേ? അവസാനം ആ സമരത്തിന് പുറത്തുനിന്ന് എന്ന വാങ്ചുക്കിനെ പിടിച്ചു. എന്നിട്ട് രക്ഷയുണ്ടായോ? ഇല്ല. വാങ്ചുക്കിനോട് കുട്ടികൾ പറഞ്ഞു, അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനൊക്കെ നന്ദിയുണ്ട്, പക്ഷേ ഈ സമരം തുടങ്ങിയത് ഞങ്ങളാണെങ്കിൽ ഇത് തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അങ്ങനെയാണ് ആ സമരത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മോഡി എന്നല്ല, ലോകത്തിൽ ഏത് സർക്കാരും കീഴടങ്ങേണ്ടി വരും. കീഴടങ്ങുക തന്നെ ചെയ്തു. എത്ര ദിവസം മോഡി കാത്തിരുന്നു? സമരം കൊണ്ടല്ല ഇനി ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് ഇനി മോഡിക്ക് പറയാൻ പറ്റും. മെയ് മാസത്തിൽ തുടങ്ങിയ വിഷയമല്ലേ? ജൂൺ മാസത്തിൽ കുട്ടികൾ സൂചനാ സമരം നടത്തിയില്ലേ? അത് കഴിഞ്ഞ് അവര് നിതാന്ത സമരമായി 3 കൂടുതലായിരിക്കും. അപ്പൊ ഒന്നും മോഡി നാട്ടിലുണ്ടായിരുന്നില്ലേ? പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ലേ? ഇവരെ കളിയാക്കല്ലായിരുന്നു. ഇവരെ രാജ്യദ്രോഹികൾ, വിദേശ പണം വാങ്ങുന്നവർ എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നേ. ഇവിടെ കുട്ടികളില്ല. നമ്മുടെ എല്ലാ സമരങ്ങളും എങ്ങനെയാ? കേരളത്തിൽ ആശാസമരം നടന്നപ്പോഴും ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞ എന്താ? ഇതിലാശമാരൊന്നുമില്ല, വേറെ കുറെ ആളുകൾ വന്നതാണ്, കുഞ്ഞു കുഞ്ഞു സംഘടനകൾ വന്നു. വെറുതെ, ഒരാവശ്യമില്ല. ഇവരുടെ പിന്നിൽ സംഘടനയില്ല, ഇവർക്ക് നേതാവില്ല, പ്രത്യയശാസ്ത്രമില്ല, ഇതൊന്നും വേണ്ട. നീ ഇതിനൊക്കെ നേരിട്ടുകൊണ്ടല്ലേ അവര് വന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ തോൽപ്പിക്കുക എളുപ്പമല്ല. കാരണം അവർക്ക് ഒരു തരത്തിലുള്ള അംബീഷനും ഇല്ല, ഒരു തരത്തിലുള്ള അതിമോഹം അവർക്കില്ല. അവരാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പോണില്ല. അവർക്ക് ഒരു പാർട്ടിയും വേണ്ട, അവർക്ക് അധികാരവും വേണ്ട. അവർക്ക് ട്രൂത്താണ് വേണ്ടത്. അതിനു മുമ്പിൽ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ, ഗാന്ധിക്ക് മുന്നിൽ കീഴടങ്ങിയതുപോലെ മോഡി സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരേണ്ടി വരും. ഇനി നിയമങ്ങൾ കൊണ്ടുവരട്ടെ, ബാക്കി കാര്യങ്ങൾ വരട്ടെ. മാത്രമല്ല, പ്രതിപക്ഷത്തിനും 1-ാം തരം പാഠമാണ് ഇപ്പൊ കൊടുത്തത്. പാഠം എന്താ? സിമ്പിൾ. നിങ്ങളിങ്ങനെ മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. കാരണം ഇവിടെ ജനാധിപത്യം വലിയ തോതിൽ അപകടത്തിലായിരിക്കുന്നു എന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ട്രൂത്ത്ഫുൾ അല്ല പോകുന്നതെങ്കിൽ, ഇലക്ഷൻ മാത്രം വെച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും എന്ന സന്ദേശം പ്രതിപക്ഷത്തിനും കൊടുത്തിട്ടുണ്ട്.